ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇതാണ് ചിക്കൻ മസാല റോസ്റ്റ്. കുറച്ച് കാലമായില്ലേ നമ്മുടെ ചാനലിൽ ചിക്കൻ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ചിക്കൻ മസാല റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റിയാണ്, എന്നാൽ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്കൊരു മസാല പേസ്റ്റ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു കഷ്ണം പട്ട, 3 ഏലക്കായ, 6 ഗ്രാമ്പും ഒക്കെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കുരുമുളക് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ കുരുമുളകും അതുപോലെ 1/2 ടീസ്പൂൺ ജീരകം, പെരുംജീരകവും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഞാനിവിടെ 1 ടേബിൾ സ്പൂണും കൂടെ 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 6 അല്ലി വെളുത്തുള്ളിയും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായി അരിഞ്ഞതാണ്. ഇഞ്ചി അരിഞ്ഞത് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ആദ്യം 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യമെങ്കിൽ ബാക്കി കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ചിക്കൻ ഇവിടെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ഒന്ന് നുറുക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ടൈം ഉണ്ടെങ്കിൽ കുറച്ചധികം സമയം തന്നെ വെക്കാം, ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് വെക്കണം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം. 10 മിനിറ്റ് മാത്രമേ ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇനി കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ചിക്കനിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. വെള്ളമൊന്നും ഒഴിക്കാതെ മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കിതങ്ങ് വെക്കാം. 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളമാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ജാറ് കഴുകിയ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. വീണ്ടും 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുക്കായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് അടുത്ത സ്റ്റൗവിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക, അതാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചുവന്നുള്ളി, ചെറുതായി അരിഞ്ഞിട്ടുള്ള ചുവന്നുള്ളി 1/2 കപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ചുവന്നുള്ളി ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു മസാല റോസ്റ്റിലേക്ക് ചുവന്നുള്ളി തന്നെയാണ് ചേർക്കേണ്ടത്. ചുവന്നുള്ളിയാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. ഫ്രൈ ചെയ്തിട്ട് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എന്നാലും നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. സവാള ഫ്രൈ ചെയ്തിട്ട് ചേർത്തിട്ട് വേറൊരു റോസ്റ്റ്, ചിക്കൻ ഡ്രൈ റോസ്റ്റ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ഉള്ളി ഒന്ന് വാടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഉള്ളി നന്നായിട്ടൊന്ന് മൊരിയുമ്പം നല്ലൊരു സ്മെല്ലാണ്. അപ്പം നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ചിക്കൻ്റെ ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് അടച്ചു വെക്കൊന്നും വേണ്ട കേട്ടോ. നമുക്കിതിനി തുറന്ന് വെച്ചുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ എരിവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മസാല റോസ്റ്റ് ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി ഡാർക്ക് ആയിട്ടുണ്ട്, കാണാമല്ലോ അല്ലേ. അപ്പോൾ ഞാനിതിവിടെ ഒരു ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഇങ്ങനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇത് ചപ്പാത്തിയുടെയും റൈസിൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടി അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനലിലെ മറ്റുള്ള ചിക്കൻ റെസിപ്പീസൊക്കെ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്